Hi guys, Jogodan back to my channel. എങ്ങനെ ഇരിക്കുന്നു? ചുണ്ണി കുറുമ്പ് അടിച്ചെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, നന്നായിട്ട് ഉണ്ട് അല്ലേ? तुमसे दिल जो लगाया तो जहूं में पाया कभी सोच न था यूं दूर होगा എന്തിനാ ചിരിച്ച് കളിയാക്കല്ലേ? എന്തിനാ ചിരിച്ച് കൊളാക്കുന്ന പാട്? നന്നായിട്ട് പാടുമല്ലേ? മോനെ मुश्किल दो लफ्जों में बयान ഇടാൻ പറ്റൂല. അത്രയുള്ളൂ. പക്ഷെ നല്ല രസമായിട്ടുണ്ടായിരുന്നു. ഇത് സാധാരണ എല്ലാവർക്കും പറ്റുന്നൊരു പറ്റ് തന്നെയാണ്. എനിക്കും പറ്റാറുണ്ട്. പക്ഷെ പുള്ളി ഈ പെണ്ണിന്റെ സൗണ്ടിലാണ് പാടാൻ പോകുന്നത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ആ മോഡുലേഷൻ എന്ത് രസമല്ലേ? അത് സമ്മതിക്കേണ്ടത് തന്നെയായിരുന്നു. പിന്നെ എല്ലായിടത്തും കാണും ഇതുപോലെ പാടി തുടങ്ങുമ്പോൾ കൊളാക്കാനായിട്ട് കുറേ പേര്. പക്ഷെ നല്ലതായിരുന്നു. കൂട്ടുകാരുടെ ഇടയിലൊക്കെ സ്വാഭാവികമാണ്. നമ്മുടെ ഇടയിലും കാണും ഇതുപോലത്തെ. ശരിക്കും ഈ പാട്ടിന് അർത്ഥം കൊണ്ടുവന്നല്ലോടാ. ഇപ്പോഴാണ് ആ പാട്ടിനൊരു അർത്ഥമായത്. ഇതൊക്കെ ആരാടാ ഇങ്ങനെയൊക്കെ നടക്കുന്നേ? എന്താടാ മസിലിട്ട് പടപ്പിക്കുകയാണല്ലോ ചേട്ടൻ. തനിക്കൊരു ജട്ടി ഇട്ടുവിടോ. സോറി, ജട്ടി അല്ലല്ലോ. തനിക്കൊരു ബ്രാ ഇട്ടുവിടോ. ബോഡി ഷെയിമായി പോയില്ലേ? വേണ്ട, സോറി ചേട്ടാ. ചേട്ടന് നല്ല ബോഡി ഉണ്ട്, നല്ല കിടിലം ബോഡി ഉണ്ട്. അപ്പൊ ബോഡി ഷെയിം അല്ല, അപ്പൊ പ്രോത്സാഹനമായില്ലേ? ഏത് നമ്മളത് മാറ്റി പിടിക്കും. പിന്നെ ഇവിടെ ഒരു വരയൊക്കെ ആയിട്ട് ആരാടാ നെഞ്ചിൽ ചന്തിയുമായി വന്നിരിക്കുന്നത്? എന്റെ സ്ക്രീനിൽ പോലും തികയുന്നില്ല പുള്ളി. ആരുവാ? എന്നോട് പറ, ആരുവാ? ബ്രോ, നയൻതാരയെ ആ കക്ഷത്തിൽ വെച്ച് ഇറക്കി എന്തോന്നൊക്കെ ടർപ്പായ വലിച്ചുകൊണ്ടത് ചേട്ടല്ലേ ഇത്? ശരിയാണല്ലോ. നിങ്ങൾ ആ പരസ്യം കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? കറക്റ്റ് പുള്ളിനെ പോലെ തന്നെ ഉണ്ട്. പുരുഷനിപ്പോ ടർപ്പായ വലിക്കുന്ന പണിയൊന്നും ഇല്ലേ? ഇതെന്തോ അവിടെ കടല വളർത്തിയിട്ട പോലെ. ഡേ പോയി 40 സെന്റിമീറ്റർ ബ്രാ മേടിച്ചിട്ട് അതിശയിലെ കുട്ടി വലുതായല്ലേ? കമന്റ് വായിച്ച് തൃപ്തി അടഞ്ഞ ഞാൻ വീട്ടിലെ സ്റ്റീൽക്കലം തിരിച്ചു വെച്ച് നോക്കിയപ്പോൾ ഞാൻ ഇതുപോലെ എടാ ഇതൊക്കെ ശരിക്കും ഷേവിങ് ആണേ. ഇങ്ങനെയൊന്നും കമന്റ് ഇടരുത് കേട്ടോ. എന്നതാടാ ഈ വെട്ടി തിളക്കുന്നേ? എന്തായിട്ട് പടപ്പിക്കുന്നേ? വെട്ടി തിളക്കുന്ന സാമ്പാറിലെ വേവാത്ത ഉരുളക്കിഴങ്ങ് പോലെ. കൊതിയാവാ കണ്ടിട്ട്. അൽവ കൊതുകാണോ അത്? എന്താടാ സംഭവം? ഈ വീഡിയോ ഞാൻ എന്തിനാ സേവ് ചെയ്തേ? ഇതിലെ ക്യാപ്ഷനിൽ എന്തോ കോമഡി ഉണ്ട്. വെയിറ്റ്, പറക്കുയിൽ വീഡിയോയുടെ കണ്ടാന്ന് തോന്നുന്നു.
തന്റെ ചോര കുടിച്ച കൊതുകിനെ തല്ലാതെ തലോടി വിട്ട് ഹണി റോസ്. എന്തിനാടാ കൊന്നിട്ട് ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാതെ വളരാൻ. സാധാരണ പറക്കുയിൽ മീഡിയ ആണ് ഇങ്ങനത്തെ ക്യാപ്ഷൻസ് ഇടാറ്. പക്ഷെ ഗുണ്ടകളല്ല. അമ്മമാർക്ക് ഊക്ക് കിട്ടി ഇപ്പൊ അത് കുറഞ്ഞു. ഇപ്പൊ ഫിലിമി മൗസായി. നമ്മൾ അനാഥരാണ്. ഒന്നുമില്ലല്ലോ, അതും ഹണി റോസിന്റെ ചോര തന്നെയല്ലേ. റീച്ചിന് വേണ്ടി എന്തെല്ലാം ക്യാപ്ഷൻസ് ആണ് അറിയാമോ അവർ ഉപയോഗിക്കുന്നത്. സത്യം. ലാല് സ്കോർ ചെയ്ത് ഇതിനകത്ത്. കണ്ണാളെ സൽവാറ് ചെണ്ടാളെ പൽവാള് ദേവൻ ഞാൻ സൽവാക്ക് ഇല്ലാതെ തൊണ്ടയ്ക്കുള്ളാലേ കുടുങ്ങിയോ നിന്നെ കണ്ടാലേ നോങ്കിൽ തള്ളാലേ വാക്ക് തീർന്നെ നീ അകലെ മാറി മാറി വരുന്നുണ്ട് കേട്ടോ. ഞാൻ ചുവടെ കറങ്ങി മറന്ന് പരിസരം. പാട്ട് മാറി പാരായണമാവുന്നുണ്ടെന്ന് തോന്നുന്നു ഉമ്മ. ഞാൻ ജനിച്ചേ മരിച്ചേ പലവട്ടം. ഉമ്മ ഏതായാലും നന്നായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ പാടി മറ്റേ രാമായണം പാരായണമായി പോയോ എന്നൊരു സംശയം. അങ്ങനെ നമ്മളെപ്പോലെ യൂത്തന്മാർക്ക് മാത്രമുള്ളതല്ലല്ലോ ഇൻസ്റ്റാഗ്രാം റീൽസ്. ഇങ്ങനെയുള്ളവർക്കും കൂടി പരിഗണന കൊടുക്കണ്ടേ. എന്താണെങ്കിലും നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലേ. എന്താണെങ്കിലും എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. കളിയാക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. ഫ്ലാഷ് ബാക്ക്. ഇത് വമ്മാറുടെ സ്ഥിരം പരിപാടിയാണ്. ഇത് റെക്കോർഡ് ചെയ്ത് അതിനകത്ത് ബീജം കയറ്റി അത് മാസാക്കി കൊണ്ട് നടക്കുന്നു. കൊള്ളാം. ശേഷം വരെ പോവാം. ഈ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഇവന്മാർ കാണിക്കുന്ന പരാക്രമം വല്ലാണ്ട് അങ്ങോട്ട് കൂടി വരുന്നുണ്ട്. ഒരു മയവും ഇല്ല. ഇപ്പം കുറേ പേര് എറണാകുളത്ത് തന്നെ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി മരിച്ചു. നമുക്ക് കേൾക്കുമ്പോൾ സങ്കടം തോന്നും. ഒരു ജീവന് ഒരു വിലയില്ലാണ്ടാവുന്ന ഒരവസ്ഥയാണ്. അപ്പം ഈ ഒരു കാര്യത്തിൽ തൃശ്ശൂർ സിറ്റി പോലീസിനൊരു ബിഗ് സല്യൂട്ട്. പോക്കർത്തര ആര് കാണിച്ചാലും അത് ചോദ്യം ചെയ്യുക തന്നെയാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ആരെങ്കിലും അച്ഛനോ ഹസ്ബൻഡോ ഒക്കെ ഇതുപോലെ ഡ്രൈവേഴ്സ് ആണെങ്കിൽ, അത് പ്രൈവറ്റ് എന്നല്ല KSRTC എന്നില്ല, നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. കാരണം നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് കൂടി വരുവാണ്. സമയത്തിനെത്താൻ വേണ്ടി പ്രൈവറ്റ് ബസ്സുകാർ കാണിക്കുന്ന ഈ കാട്ടായങ്ങളും കാരണം റോഡ് കൂടുതലും ബ്ലോക്ക് ആവുന്നു എന്നല്ലാണ്ട് വേറെ സംഭവങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അപ്പം നിങ്ങളിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ അച്ഛനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇതുപോലെ ഡ്രൈവേഴ്സ് ആണെങ്കിൽ, അത് KSRTC പ്രൈവറ്റ് എന്നല്ല KSRTC ആണെങ്കിലും ശരി, നിങ്ങൾ അവരോടൊന്ന് കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ കേരളമാണ്, നോർത്ത് ഇന്ത്യ പോലെയല്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി ഞാൻ പറയണ്ട, നോർത്ത് ഇന്ത്യയിലെ കാര്യം നിങ്ങൾക്ക് ഞാൻ പറയേണ്ട കാര്യമില്ല. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റി ആംബുലൻസിൽ പോകുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റുള്ളൂ. സോ അതുവഴി നോക്കാം. മണി തനിക്കൊരു ജെറ്റ് ഇട്ടുടോ. നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്ന്. മണി മുട്ടയും ഉണ്ടോ? ஈவினிங் ஸ்நாக்ஸ்க்கு சுட சுட டீ காஃபி கூட இந்த முட்டை போண்டா பெர்ஃபெக்ட்டான காம்பினேஷனா இருக்கும். மணி or love? மணி. மணி 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 மணி. மணி or love? മണി. മണി or love? മണി. ലിഡൊക്കെ ഉണ്ടല്ലോ.
മണി ചോദിച്ചു മേടിച്ചതാ. മണി ഓർ ലവ് ചോദിക്കുമ്പോൾ പൊതുവേ യൂത്തന്മാർ ചിക്മ കാണിക്കാൻ വേണ്ടി മണിയെ പറയത്തുള്ളൂ. ഇനിയിപ്പോൾ അവന്മാർ ജന്മത്ത് മണി പറയും തോന്നണല്ലോ. സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ടും ചേച്ചിക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലേ? ഇതിന് തലയിൽ കക്കത്തുണ്ടോ? പൊറോട്ട വേണ്ട. കീ കൊടുത്തു വിടുന്ന പാവേനെ പോലെ ഇങ്ങനെ നടന്നോളും. ഇതിന്റെ ചാർജ് ഒന്നും തീരത്തില്ലടേ. ഉച്ചയ്ക്ക് കഞ്ഞി കൊടുക്കാത്തതിന്റെ നാഷണാന്തം കേൾക്കുമ്പോൾ അഭിമാനപൂരിതമാകണമെന്നാണ്. പക്ഷെ ഇങ്ങനെ അപമാനിക്കരുത് പ്ലീസ്. എന്തുവായി തലയിലൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് 10-20 വീഡിയോ ഇത് തന്നെ ചെയ്തിട്ടുണ്ട് ചേച്ചി അക്കൗണ്ടിൽ. എൻ്റെ മോനെ സായിപ്പ് വിളിച്ച് ഇത് സായിപ്പ് കൊണ്ടുപോയി. നമുക്ക് എപ്പോഴും ഇത് ഭയങ്കര രസമായിട്ട് തോന്നും. ഒരു ഫോറിനർ നമ്മുടെ മലയാളം ലാംഗ്വേജ് ഉപയോഗിച്ച് എന്ത് വീഡിയോ ചെയ്താലും നമുക്ക് എപ്പോഴും ഭയങ്കര രസമായിട്ട് തോന്നും അല്ലേ? അതെന്താ കാര്യമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പക്ഷെ നമ്മൾ അവരുടെ ലാംഗ്വേജ് വെച്ച് എന്തെങ്കിലും ചെയ്ത് നമുക്ക് പട്ടി വില. ട്രിഗ്നോമെട്രിയിൽ 1 + tan² θ = sec² θ എന്നുള്ള ഇക്വേഷനിലെ ടാനിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സൺസ്ക്രീനിന് യൂസ് ചെയ്താൽ മതി. എങ്ങനെ സാധിക്കുന്നു മകളെ? എവിടുന്ന് വരുന്നതാ ഇതൊക്കെ? എങ്ങനെ എപ്പോഴാ? അവളുടെ ഒരു തമാശ എല്ലാവർക്കും ഭ്രാന്താണ് കേട്ടോ. റീൽസില് കൈവിട്ടു പോയി എല്ലാവരും. എന്റെ ജീവിതത്തിലെ നേരും നർമ്മവും നിറഞ്ഞ കഥകളാണ് മുകേഷ് കഥകൾ എന്ന പുസ്തകം. മുകേഷ് കഥകളിലെ ബുക്കിന്റെ പേര് മേലാൽ വായിക്കരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ഈ പുസ്തകത്തിലൂടെ ഞാൻ പറഞ്ഞ കഥകൾ മതിയായി. ഇനി നിങ്ങൾക്ക് കേട്ടാസ്വദിക്കാം. വേറെ പറഞ്ഞു അല്ലേ? എന്നാണെങ്കിലും പുസ്തകത്തിന്റെ ആ പേരെനിക്ക് ഇഷ്ടപ്പെട്ടു. മേലാൽ വായിക്കരുത്. വേറെ വല്ല കമന്റ്സ് ഉണ്ടോ നോക്കട്ടെ. ബുക്കിന്റെ വില മൈര് വില. പുസ്തകത്തിന്റെ പേര് രാത്രി 11 അധ്യായം 1 ബുദ്ധി വേണം. മുകേഷ് കഥകൾ. ബുക്കിന്റെ കൺക്ലൂഷൻ മേലാൽ വായിക്കരുത്. അമ്പട തക്കാളി. കേട്ട് ആസ്വദിക്കാൻ പറ്റിയ പുസ്തകം തന്നെ. അന്തസ് വേണ്ട, അന്തസ്. തിള മോഹമൊക്കെ മറച്ച് നടക്കണം അവിടുത്തെ ആൾക്കാർ. എന്തൊരു ഗതികേടാണ് ആ നാട്ടുകാർക്ക്. പറയുള്ളൂ. ആ യോ Yo, bro, my dear brother. Yo, good morning. How are you today? Have a nice day. Assalamu alaikum. Lal salam sahabe അഭിവാദ്യങ്ങൾ. സ്വാമിയെ ശരണമയ്യപ്പ. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ത്രികോണ മൂക്കിൽ ഉൾപ്പെടുത്തായവനെ. സ്വാമിയെ ശരണമയ്യപ്പ. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. Good morning. How are you? Good. Have a nice day. Thank you. Nice to meet you. Nice to meet you. All the very best. God bless you. Thank you. Thank you. Very good. Sanju Samson. Wow, that's quite interesting. Sanju Samson. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. നമുക്ക് നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് പോവാം. തേജസ് എബി ജോസഫ് എന്നാണ് ആളുടെ പേര്. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പുള്ള സംഭവം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും. ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട് എന്ന് വെച്ചാൽ ചോദിക്കുക ഈ പോർഷൻ വായിക്കാൻ പറ്റുമെന്ന്. അത്ര ഇൻസ്റ്റന്റ് ആയിട്ട്
ഒരു പാട്ട് കേട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് പുള്ളിക്ക് അതെല്ലാം ചെയ്യാൻ സാധിക്കും. കഴിവെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കീപ് ഗോയിങ് ബ്രദർ. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ചെയ്യണം. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടേണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇവിടെ തന്നെ വരുന്നതായിരിക്കും. പിന്നെ ഷോർട്ട് ഫിലിംസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരിക. ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്താലും മതി. സോ നോട്ടിഫിക്കേഷൻ കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. സോ ബൈ ഫോർ നൗ.